അയ്യോ അങ്ങനെയാണോ? കുസ്ന്നായിരുന്നോ? അത് പല സ്റ്റൈലില് പല ആയുധങ്ങളിൽ പല മോഡലാണ്. ഞാനിത് പ്രാക്ടീസ് ചെയ്തോ പഠിച്ചിട്ടോ ഒന്നുമില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. അപ്പൊ എന്തായാലും മാസ്റ്റർ സുഷിത്ത് എന്നാണ് പേര്. സുഷിത്ത് എവിടുന്നാ വരുന്നേ? ഞാൻ പാലക്കാട് ജില്ലയിലെ പറക്കുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. കൊള്ളാം. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ പാലക്കാട് അല്ലെ? കലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പാലക്കാട് ജില്ലയുടെ അറ്റത്താണ്, അതായത് തൊട്ട് ഒരു 4 കിലോമീറ്റർ വീടിന്റെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയായി. ഒരു 4 കിലോമീറ്റർ ഇപ്പുറത്തി പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയായി. ബോർഡറിലാണ്. അപ്പൊ എന്തായാലും കരാട്ടെ മാസ്റ്റർ ഇന്ന് എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഇന്ന് കരാട്ടെ അല്ല, ഞാൻ കുറച്ച് സ്റ്റാറിനെ ഇമിറ്റേറ്റ് ചെയ്യണം. റെഡിയാണോ? റെഡിയാണോ? തമിഴ് ലോകത്തെ കറുത്തുമുത്ത് ശ്രീ വിജയകാന്തിന്റെ വയസ്സ്. സാധാരണ മനുഷ്യങ്ങൾക്ക് കറണ്ട് അടിച്ച ഷോക്ക് അടിക്കുണ്ട്. ഞാൻ സിൻഹ എന്ന് തൊട്ട് കറണ്ടിക്ക് ഷോക്ക് അടിക്കുണ്ട്. நான் போட்ட தோட்டை எங்க, நான் பிடிச்ச 4 பேர் எங்க இருக்காங்க, ஜெயிலையா வர சொல்லுங்க. ஏண்டா வாங்குறது வாங்கிக்கிட்டு உங்களோட விடுறதுங்க. ஒண்ணு சம்மி, இவங்க 4 பேரோட பேரிலும் FIR போடுங்க. மன்னிப்பு தமிழ்நாட்டுல எனக்கு பிடிக்காத ஒரே വാർത്ത. അതുപോലെ തന്നെ തമിഴ് ലോകത്തെ വില്ലനായിട്ട് വന്ന് ഇപ്പോ കൊമേഡിയനായിട്ടും വില്ലനായിട്ടും അവതരിപ്പിക്കുന്ന മൊട്ട രാജേന്ദ്രൻ. സൂപ്പറപ്പാ, പാത്തു പോക്ക് 5 ലക്ഷം രൂപയാപ്പാ. അയ്യോ ഒരു നിമിഷം, പിള്ളേർക്ക് 10ാം ക്ലാസ് പഠിക്கிறாங்க, எப்படி അത് പാസ് பண்ணி വെച്ചിരங்கப்பா. അടിപൊളി അടിപൊളി. അടുത്തത് നമുക്ക് തമിഴ് ലോകത്തിലും മലയാളത്തിലും ഒരുപോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വിനു ചക്രവർത്തി, അദ്ദേഹത്തിന്റെ അണ്ണാമല്ലേ, ഉനക്ക് പണം വേണമെന്നാ ഞാൻ തരമാട്ടേനാ. இதுக்கெல்லாம் பேங்க் போய் கேட்கணுமா? சரி விடு, நீ நீதி நேர்மை நியாயம் காக்கணவன், உன்கிட்ட பேச்சு. ஆஹா ஆஹா, எந்த அன்பு, என்ன அழகு. பெத்த இந்த மாதிரி பிள்ளையை பெற்றனப்பா ராஸ்கல். സൂപ്പർ സൂപ്പറാ ഇருக்கு. നെക്സ്റ്റ് നമ്മുടെ ഇതുപോലെ തന്നെ ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ പ്രകാശ് രാജ് സാറിന്റെ വോയിസ്. ഓക്കെ, അതോടെ കേൾക്കാം. നന്ദി, I love you. എന്താളിനവൾ മറുത വീരണ്ണാനെ എന്നെ ഉസ്തു വിട്ടവൾ നീനെ ഏച്ചലും തള്ളിപ്പുറ അടന്ന് ഉരുളാൻ പെട്ടപ്പെടുന്ന മുത്തുപാടി പോലെ ആമ്പളം തൊടുறானே நீ மட்டும் ஒதுக்குற வீரண்டே. கோட்டுவாசல் கோவில் வாசல் கொலை பண்ணிருக்கு, 32 கேஸ் இருக்கு சாட்சியோட. ஆனா ஒரு பையனும் முத்துப்பாண்டிக்கு சாட்சி சொல்ல மாட்டான். முத்துப்பாண்டி குத்தி கோட்டர் போனது பயம். നന്ദി, I love you. തപ്പ് 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 തപ്പ്. സൂപ്പർ. എങ്ങനെയാണ് ഈ കരാട്ടെ മാസ്റ്റർ മിമിക്രിയിലേക്ക് കടന്നത്? ഏതായിരുന്നു ആദ്യം? പഠിക്കുന്ന സമയത്ത് തന്നെ മിമിക്രി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മുടെ ഗുരുനാഥൻ എന്ന് മനസ്സുകൊണ്ട് നമ്മളെ ജയറാം ചേട്ടൻ, കോട്ടയം നസീർക്ക, ഇവരാണ് അതിന്റെ ഗുരുനാഥന്മാര്. നേരിട്ട് പഠിപ്പിച്ചതല്ല, നമ്മളിവരെ ഷോ കണ്ടിട്ട് TV-യിൽ കണ്ടിട്ട് നമ്മൾ അതുപോലെ ആവണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചതാണ്. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് ഈ കരാട്ടയിലേക്ക് വന്നത്? കരാട്ട അതേ സമയത്ത് ഞാൻ കരാട്ട പഠിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കരാട്ട പഠിക്കണം, ബ്ലാക്ക് ബെൽറ്റ് എടുക്കണം എന്ന് നല്ല ആഗ്രഹമായിരുന്നു. 10 വർഷം പഠിച്ചു. 10 വർഷം പഠിച്ചിട്ട് 96-ലാണ് ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുത്തത്. പിന്നെ ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രാം സീസണായി പോയി പിന്നെ മിമിക്രിയിലേക്ക് വന്നപ്പോൾ കരാട്ട പതുക്കെ ഒന്ന് മാറ്റി വെച്ചു. അപ്പൊ അങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ക്ലാസ്സും കാര്യങ്ങളില്ല. എല്ലാ മിമിക്രിക്കാരുടെയും ആഗ്രഹം അങ്ങനെയൊക്കെ തന്നെയാണ്. മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പല സ്റ്റേജിൽ കഴിയുമ്പോൾ കരാട്ടയും കൂടി പഠിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട്. കാരണം അവിടെ നിന്ന് പോരുമ്പോൾ, കാരണം അങ്ങനെ സംഭവിക്കാം. കാരണം മിമിക്രി കുറെ സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് കരാട്ട പഠിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനെ കരാട്ടെ പഠിക്കാൻ വേണ്ടിട്ട് കൊണ്ട് നടക്കാനും അങ്ങനെ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല അല്ലേ ഷാജു? ഇല്ല. ശരി, അപ്പൊ നമുക്കിനി അടുത്ത നേരിടാൻ പോകുന്നത് തമിഴ് കഴിഞ്ഞു. ഇനി മലയാളത്തിലേക്ക് വരാം. മലയാളത്തിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്രൊഫസർ നരേന്ദ്രപ്രസാദ്, അദ്ദേഹത്തെ ആരും ചെയ്യാത്തൊരു ഡയലോഗാണെന്ന് തോന്നുന്നുണ്ട്. ശ്രമിക്കുകയാണ്. അതായത് നരസിംഹത്തിലൊരു സ്ലോ ഡയലോഗ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. മോളെ, നിന്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് ഞാൻ. ജന്മം കൊണ്ട് മാത്രമല്ല, ഒരു പുരുഷൻ അച്ഛനാവേണ്ടത് കർമ്മം കൊണ്ട് വേണം. ലോകത്തിലെ ഒരു ശക്തിക്കും നിഷേധിക്കാൻ പറ്റാത്ത നിന്റെ ആവശ്യം, അത് നിന്റെ ജന്മാവശ്യമാണ്. നിന്റെ കൂടെ ഞങ്ങളുണ്ട്, ഈ നാട്ടുകാരുണ്ട്. ആട്ടിത്തെളിച്ച് പുറത്താക്കി അതേ വീട്ടിൽ നിന്നെ മകളായി മാറഞ്ചേരി കരുണാകരവനെ നിന്നെ തിരിച്ചു പിടിക്കും. നീ കണ്ടോ? സൂപ്പർ. ശരിക്കും വീട്ടിൽ മകളുണ്ടോ?
മകളിൽ 2 മക്കളുണ്ട്, ആൺകുട്ടികളുണ്ട്. ആൺകുട്ടികളുണ്ട്. 2 ആൺകുട്ടികളാണ്. ഓക്കെ, സൂപ്പർ. അവരുടെ പേര് മൂത്തളെ പേര് സൗരകൃഷ്ണ, രണ്ടാമത്തെ ആളെ പേര് സായിച്ചരൺ. ഓക്കെ, രണ്ടുപേരും ഞങ്ങളുടെ ഹായ്. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കിനി അടുത്ത പെർഫോമൻസ് അടുത്ത ഒരു താരത്തെ കൂടി ചെയ്യാം. എന്റെ തൊട്ടപ്പുറത്തെ മലപ്പുറം ജില്ലയിൽ നമ്മൾ പൃഥ്വിരാജിന്റെയും ഇന്ദ്രിയത്തിന്റെയും അച്ഛനും തറവാടും വീടും എല്ലാം കൂടിയായ നമ്മുടെ സുകുമാരൻ ചേട്ടൻ്റെ വോയിസ് ചെയ്യാം. എന്റെ അടുത്താണ് സുകുമാരൻ ചേട്ടൻ്റെ വീട്. കേക്കാം. അമ്പടി കള്ളി അയ്യോ പോ, പണ്ടെങ്ങോ ചക്ക വീണമൊഴിൽ ചെത്തെന്ന് കരുതി എന്നും ചക്ക വീണ മൊഴിയിൽ ചാകില്ല സ്വാമി. ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങൾക്കും CBIയുടെ ഫുൾ ഫോം എന്തെന്ന് പോലും അറിയില്ല. എന്നാൽ CBI എന്ന് പറഞ്ഞ 3 അക്ഷരം അവർക്ക് മന്ത്രം പോലെയാണ്. അടിപൊളി, വാവ്, സൂപ്പർ. അപ്പൊ എന്തായാലും കരാട്ടെ മാസ്റ്റർ, ഞാൻ ആദ്യം പോലും പറയുന്നുണ്ട് കരാട്ടെയാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള മാസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് 1-2 സ്റ്റെപ്പ് എക്സസൈസ് ആണ്, വേറൊന്നുമില്ല. അപ്പൊ അതിലിപ്പോ നമുക്കിപ്പോ രണ്ടൊരു മൂവ്മെന്റ് തരുമോന്ന് ചോദിച്ചാൽ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും അല്ലേ? മൂവ്മെന്റ് ഇന്നത്തെ കാലത്ത് ഒരുപാട് അക്രമങ്ങളും വഴിയിൽ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെയാണ്. അപ്പൊ ജസ്റ്റ് ഒരു പിടുത്തം അല്ലെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് പതുക്കെ ഒന്ന് പിടുത്തം ശ്രമിക്കുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒഴിഞ്ഞു മാറാനുള്ള ടെക്നിക്ക് നോക്കാതെ മാത്രം. ബ്ലോക്ക് ചെയ്യുന്നു, ഈ ബ്ലോക്കിനോടൊപ്പം തന്നെ കൈ കൊണ്ട് ഇവിടേക്ക് അറ്റാക്ക്, ചെത്തി അറ്റാക്ക്. അത് രണ്ടും ഒരുമിച്ച് കാണിച്ചാൽ ജസ്റ്റ് ഒന്ന് സ്പീഡാക്കി മെല്ലെ ചെത്തണേ. റെഡി. കൊണ്ടോ ഒറ്റ സമയത്ത് ഇങ്ങനെയാണ് സെൽഫ് ഡിഫൻസിന്റെ ഓരോരോ ഐറ്റംസ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ കത്തിയിട്ട് വയറിന് കുത്തുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അങ്ങോട്ട് റീ അറ്റാക്ക് ചെയ്യാം ബ്ലോക്ക് ചെയ്തിട്ട്. ചെസ്റ്റിന് പിടിക്കുകയാണെങ്കിൽ, മുടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അങ്ങനെ അവനെ ഞാൻ ഷേപ്പാക്കി. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം, എന്നാലേ വിളിക്കുള്ളൂ. തീർച്ചയായിട്ടും. ഇന്നത്തെ ഈ പെർഫോമൻസിനെ പറ്റി നമ്മുടെ മാസ്റ്റേഴ്സിന് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. നാദിക. സുഷിത്തിന്റെ എല്ലാ സ്റ്റാർസും, എസ്പെഷ്യലി നമ്മളുടെ തമിഴ് സ്റ്റാർസൊക്കെ എല്ലാം ഗംഭീരമായിരുന്നു. മലയാളം മോശം എന്ന് പറഞ്ഞില്ല, മലയാളം ഗംഭീരമായിരുന്നു. അതിൽ ഏറ്റവും കറക്റ്റ്, അതായത് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ എനിക്ക് തോന്നിയത് ആരായിരിക്കും എന്നറിയാം? വിനു ചക്രവർത്തി. നമ്മുടെ മലയാളത്തിലൊക്കെ വന്നിട്ട് ജയറാമേട്ടൻ്റെ പടത്തിലൊക്കെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് മലയാളികൾക്കും സുപരിചിതനാണ്. അദ്ദേഹം തമിഴിലെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് ഏറ്റവും ഡിറ്റായിട്ട് ഫീൽ ചെയ്തത്. മറ്റേ മൊട്ട രാജേന്ദ്രൻ ചേട്ടൻ പണ്ട് ഞങ്ങളൊക്കെ അഭിനയിച്ചിങ്ങനെ തുടങ്ങിയ സമയത്തൊക്കെ അസിസ്റ്റന്റ്, ഫൈറ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്നതാണ് അദ്ദേഹം. നിനക്ക് ഓർമ്മയുണ്ടോ അതൊക്കെ? പിന്നെ നമ്മള് അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു. സുഷിത് നന്നായിരുന്നു കേട്ടോ. ഇക്ക പറഞ്ഞ പോലെ വിനു ചക്രവർത്തിയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഫുൾ ഡയലോഗ് നമുക്ക് ഏറ്റവും നന്നായത്. പിന്നെ ഈ പറയുന്ന മൊട്ട രാജേന്ദ്രൻ നല്ലായിരുന്നു. ശരി, ഓക്കെ, താങ്ക് യു. ചേട്ടാ, കോമഡി മാസ്റ്റേഴ്സിൽ ഇതാ ഒരു കരാട്ടെ മാസ്റ്റർ. ഇത്ര നേരം ഇവനോട് ആലോചന ഇത് പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ആദ്യം എന്റെ കഴിഞ്ഞപ്പോ ഞാൻ ഇവര് പറയുന്ന ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഭയങ്കര പവർഫുൾ ആയിരുന്നു. കരാട്ടയുടെ ഒരു പവർ ഉണ്ടല്ലോ, അത് ആ മിമിക്രിയിലും ഉണ്ടായിരുന്നു. ഓരോ ആർട്ടിസ്റ്റും ചെയ്തപ്പോൾ നല്ല ത്രോ ഉണ്ടായിരുന്നു, നല്ല പഞ്ച് ഉണ്ടായിരുന്നു. അതാണല്ലോ വേണ്ടത്. ഒതുക്കി അടക്കി ഒന്നും ഒരു സാധനവും പറഞ്ഞില്ല, എല്ലാം അങ്ങ് വിടുകയായിരുന്നു. നല്ല ക്വാളിറ്റിയിൽ, നല്ല പവറിൽ രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നീ പറഞ്ഞ പോലെ തന്നെ എപ്പോഴെങ്കിലും എനിക്കൊരു ചോദ്യം എന്താണെന്നറിയോ, എപ്പോഴെങ്കിലും മിമിക്രി വേദിയിൽ നിന്ന് മിമിക്രി ചെയ്തപ്പോൾ ഈ കരാട്ടെ ഗുണകരമായിട്ടുണ്ടോ എവിടെയെങ്കിലും? ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തൃശ്ശൂർ പരിപാടിക്ക് പോയിട്ട്, പരിപാടിക്ക് ഏവറേജ് നല്ല ലെവലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പേര് സൈഡിൽ നിന്നിട്ട് ഭയങ്കര ബഹളവും കാര്യങ്ങളായപ്പോഴോ അത് നേരെ പോലെ പൈസ കിട്ടില്ലെന്ന് ഉറപ്പിച്ചു. പൈസ നമുക്ക് കിട്ടില്ല, അത് ഇവരെ കൊണ്ട് മുടങ്ങിപ്പോകുന്ന ഉറപ്പായി. അപ്പോൾ നമ്മളൊന്നും ചിന്തിച്ചില്ല. ഞാൻ എൻ്റെ ഒപ്പുള്ളോട് പറഞ്ഞു സ്റ്റാൻഡിൻ്റെ മൈക്ക് വരാൻ വേണ്ടി പറഞ്ഞു, സ്റ്റാൻഡ് പിടിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം. കാരണം നമ്മളിൽ മിമിക്രി മാത്രമല്ല, ചെറിയ അഭ്യാസങ്ങളും കയ്യിലുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4-5 പേരും മൈക്ക് പിടിച്ചിട്ട് നിൽക്കുന്നൊരു സംഭവം ഉണ്ടായി. സ്റ്റാൻഡ്, മൈക്കിന്റെ സ്റ്റാൻഡ് പിടിച്ച് നിൽക്കുന്ന സംഭവം ഉണ്ടായി. പിന്നെ ബാക്കിയെല്ലാം വായോണ്ട് പറഞ്ഞിട്ട് സമാധാനമായിട്ട് ഒഴിവായിട്ട് പോയിട്ടുള്ളൂ. പൈസ കിട്ടിയോ ഇല്ലയോ? പൈസ കിട്ടി. അല്ല, ഈ കലാകാരന്മാരുടെ ഈ മൈക്ക് സ്റ്റാൻഡ് ഇല്ലേ, മൈക്ക് സ്റ്റാൻഡ് വലിയൊരു ആയുധമാണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിത്ത് ഡിസ്ക് ഉണ്ടല്ലോ അതിന്റെ അടിയിലുള്ള, ആ സ്റ്റാൻഡ് വിത്ത് ഡിസ്ക് തിരിച്ചങ്ങോട്ട് പിടിച്ചു ഇതൊക്കെ ഞങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് എടുക്കില്ല, കാരണം അത്രയും ഒരു സംഭവം അല്ലേ. പക്ഷെ അതിലും വലിയൊരു ആയുധം നസീർക്ക് ഇറക്കാറുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. തൃശ്ശൂർ ഒരു പ്രോഗ്രാമിന് 3 മണിക്കൂർ ലേറ്റായിട്ട് ട്രൂപ്പ് വന്നേക്കുക.
അതായത് 7 മണിക്ക് തുടങ്ങേണ്ടതാണ് വളരെ വൈകി. കരാട്ടക്കാരുടെ സംഘടനയുടെ പരിപാടിയാണ്. അതായത് ഒരു കരാട്ടക്കാരനല്ല, ഫുള്ള് കരാട്ടക്കാരാ സംഘാടകരും ഇതെല്ലാം. നസീർക്ക് ഏതോ സിനിമയ്ക്ക് ഷൂട്ടിന് പോയിട്ട് ലേറ്റായി വന്നിട്ട് ഞങ്ങളുടെ വണ്ടിയിൽ കയറി ഒന്നിച്ച് വരാം. കാരണം കരാട്ടക്കാരുടെ പരിപാടി ലേറ്റായിട്ട് ഞങ്ങളില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടേക്കുക. അങ്ങനെ ട്രൂപ്പ് വന്ന് നിൽക്കുന്നു. നിന്ന് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം നല്ല ഇങ്ങനെ നിൽക്കുക, ഇടി സെറ്റായിട്ട്. ഉടനെ ഈ സ്റ്റാൻഡല്ല എടുത്തത് നസീർക്ക്, ഉടനെ എന്നെ ഇറക്കി ഇങ്ങോട്ട് വിട്ട്. പ്ലീസ് ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ ഇങ്ങനെയാണ്, ഇദ്ദേഹത്തിന് സിനിമയുള്ളതുകൊണ്ടാണ് ഞങ്ങൾ വൈകി, നിങ്ങൾ പറയുന്നവരെ മിമിക്രി കളിച്ചു തരാം എന്നൊക്കെ സംസാരിച്ചു. അങ്ങനെ അത് അങ്ങനെ ഒരു അനുഭവം കരാട്ടയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു. അതാണ് ഞാൻ ചോദിച്ചത്, ഇത് നമുക്ക് എവിടെയെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനത്തെ ചെറിയ ഗുണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സുഷിത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു വാക്ക് പറഞ്ഞത് മനസ്സിൽ നന്നായിട്ട് കൊണ്ടു. മറ്റൊന്നുമല്ല, നമ്മൾ അടിക്കാനല്ല, നമ്മൾ ഒഴിഞ്ഞു മാറുക എന്ന് പറയുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ. കാരണം ഇപ്പോൾ ഈ കരാട്ടയിലെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിട്ട് ഏതാണ്ട് 96 എന്ന് പറയുമ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു അതിമാനുഷികനായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതൊന്നും ഇല്ലാതെ വീണ്ടും സംയമനം, ക്ഷമ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് അങ്ങ് വന്നു എന്ന് പറയുമ്പോൾ അടിമുടി ഒരു കലാകാരനാണ്. എല്ലാ ആശംസയും.